ഹലോ ഗൈസ്, രാവിലെ നല്ല സ്വാദിഷ്ടമായ ഫുഡ് വയറിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഗൈസ്. എനിക്ക് കാറൊന്നും ഓട്ടിക്കാൻ അറിയത്തില്ല, പട്ടിഷോയാണ്, സൈക്കിൾ ഓട്ടാൻ പോലും എനിക്കറിയത്തില്ല. സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ചായക്കാരെയാണ്. പുതിയ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻഫോസിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ചായക്കാരിൽ ഫുഡ് കഴിക്കാൻ പറയുന്നത്. ആംബിയൻസിൻ്റെ കാര്യം എനിക്കൊന്നും പറയാനില്ല, അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പുറത്തായാലും അകത്തായിരുന്നാലും ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ഇവരുടെ കൊടുക്കുന്നത് രസമാണ് ഗൈസ്. രസമാണോ സൂപ്പാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടിൻ്റെ ഒരു ടേസ്റ്റ് മിക്സ് ചെയ്ത് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ കിച്ചണാണ്. ഹൈജീൻ ആൻഡ് ക്ലീൻ ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് മിൽക്കാണ്, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഗുപ്തൻ ചായ ഊതി ഊതി കുടിക്കുകയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളെ മെയിൻ സാധനം വന്നു പൊടി ഇഡ്ഡലി. ഞാൻ ഗീ പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, കേസരി, 2 ഐറ്റം ചമ്മന്തി, ഗീ പൊടി ഇഡ്ഡലി, പിന്നെ ഈ സാമ്പാറും കൂടെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. ആ പൊടി ഇഡ്ഡലി അങ്ങ് എടുത്തിട്ട് ചമ്മന്തിയായിട്ട് കൂട്ടിയിട്ട് കഴിച്ചാൽ അടിപൊളിയാണ് മക്കളെ. വയറും നിറയും മനസ്സും നിറയുമെന്ന് വരില്ലേ, അതുപോലെ. ചമ്മന്തി രണ്ടും നല്ല വെറൈറ്റി ചമ്മന്തിയാണ്. വെള്ളച്ചമ്മന്തി അല്ലാണ്ട് 2 ചമ്മന്തിയുണ്ട്. 2 ചമ്മന്തി അടിപൊളിയാണ്. കേസരി അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ഇഡ്ഡലിയും കൂടെ പറഞ്ഞെങ്കിലും അത് കയറ്റാനുള്ള സ്പേസ് എൻ്റെ വയറിലില്ലായിരുന്നു ഗൈസ്. പിന്നെ അത് പാഴ്സൽ എടുത്തു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വെർത്താണ്, നല്ല ടേസ്റ്റിയാണ്. ഫുഡ് കഴിക്കുമ്പോൾ മനസ്സിലുള്ള സംതൃപ്തി നമുക്ക് തോന്നാറില്ല, അത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.